ഇവിടെ ആഗതരായിരിക്കുന്ന ഏവർക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം. റയാൻ, നമ്മൾ ഇന്നിവിടെ ഒത്തുചേർന്നതിന്റെ ഉദ്ദേശം എന്താണ്? നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന വലിയൊരു വിപത്തിനെതിരെ ശബ്ദമുയർത്താൻ. അതാണ് ലഹരി. ഓ, അങ്ങനെയാണോ? ഹെൽനിക്കെന്താ ഇത്ര സംശയം? നമ്മുടെ സമൂഹത്തെ നോക്കൂ, നമ്മുടെ നാടിനെ നോക്കൂ. മാത്രമല്ല, നമ്മുടെ യുവാക്കളുടെയും കൗമാരക്കാരുടെയും വിദ്യാർത്ഥികളുടെയും സ്വഭാവം തന്നെ മാറിപ്പോയി. കൊച്ചു കുട്ടികളെ പോലും ലഹരി മാഫിയാക്കാൻ വെറുതെ വിടുന്നില്ല. ഇങ്ങനെ നോക്കിയാൽ നമ്മുടെ രാജ്യത്തിന്റെ ഗതി എന്താവും? യുവാക്കളെല്ലാം മയങ്ങി വീഴുകയല്ലേ. ഇതിൽ നിന്നും മോചനം നേടാൻ ബോധവൽക്കരണം മാത്രമേ ഉള്ളൂ. ഇതാ നമ്മുടെ സ്കൂളിലെ കുറച്ച് കുട്ടികൾ ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി ഒരു പ്രസംഗ ചങ്ങല തയ്യാറാക്കിയിട്ടുണ്ട്. എന്നാൽ അതൊന്ന് കേട്ടു നോക്കാം. ആദ്യം ഹെൽനെ ഒന്ന് പറഞ്ഞു തുടങ്ങിക്കൂടെ? ഈ സ്കൂളിലെ കുട്ടിയല്ലേ. സംഭോജ്യ സദസ്സിന് സാദരം കൂപ്പുകൈ. ഇന്നത്തെ നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ലഹരി. മദ്യവും മയക്കുമരുന്നുകളും നമ്മുടെ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ മാത്രമല്ല, അവരുടെ ഭാവിയെ തന്നെ തകർത്തെറിയുകയാണ്. പലപ്പോഴും ഒരു കൗതുകത്തിന് തുടങ്ങി കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമായി ലഹരി ഉപയോഗം മാറുന്നു. ഓരോ തലമുറയുടെയും പ്രതീക്ഷകളാണ് ഇതിലൂടെ നഷ്ടമാകുന്നത്. കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്നതിൽ മാതാപിതാക്കൾക്ക് സുപ്രധാനമായ പങ്കുണ്ട്. തുറന്ന സംസാരത്തിലൂടെ കുട്ടികളുമായി ഒരു സൗഹൃദ ബന്ധം സ്ഥാപിക്കുക. അവർക്ക് എന്തും തുറന്നു പറയാനുള്ള ഒരിടമായി വീട് മാറണം. നമ്മുടെ വിദ്യാലയങ്ങൾ വെറും പാഠശാലകൾ മാത്രമല്ല, ജീവിക്കാൻ പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ കൂടിയാകണം. ലഹരിയുടെ ദൂഷ്യഫലങ്ങളെ കുറിച്ച് കൃത്യമായ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുകയും കുട്ടികളുടെ മാനസിക രോഗത്തിനായി കൗൺസിലിംഗ് സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഇടമാണ് വിദ്യാലയം. കായിക കലാപ്രവർത്തനങ്ങളിൽ കുട്ടികളെ സജീവമായി പങ്കെടുപ്പിച്ച് അവരുടെ ശ്രദ്ധ ക്രിയാത്മകമായ കാര്യങ്ങളിലേക്ക് തിരിക്കുവാനുള്ള ചുമതലയും വിദ്യാലയത്തിനുണ്ട്. ലഹരി മാഫിയകളെ ഒറ്റപ്പെടുത്താൻ സമൂഹം ഒരുമിച്ച് നിന്ന് പൊരുതേണ്ടത് ഇന്നിന്റെ ആവശ്യമാണ്. ലഹരിക്കുരുക്കിൽപ്പെട്ട് പല സമൂഹങ്ങളെയും ഇല്ലാതെയാക്കുകയോ വലിയ അധപതനത്തിലേക്ക് എത്തിക്കുകയോ ചെയ്തിട്ടുണ്ട്. ലഹരി വസ്തുക്കളുടെ കൈമാറ്റങ്ങൾക്ക് ഓരോ കൊച്ചു കുഞ്ഞുങ്ങളും ഉപയോഗിക്കുന്നുണ്ട് എന്നത് ഏറെ ദുഃഖകരം തന്നെ. സ്വന്തം മക്കളുടെ ജീവിതം ദയനീയമായി നശിപ്പിക്കുന്ന ഒരു കെണിയാണിതെന്ന് മാതാപിതാക്കൾ തിരിച്ചറിയുമ്പോഴേക്കും സമയം ഏറെ കടന്നുപോയിരിക്കും. ലഹരിയെടുത്ത വിഷയങ്ങൾ സ്കൂൾ കോളേജ് പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കേണ്ടത് ഇന്നിന്റെ ആവശ്യമാണ്. വീട്, വിദ്യാലയം, സമൂഹം, ഈ മൂന്ന് കണ്ണികളും ഒരുമിച്ച് പ്രവർത്തിക്കണം. ലഹരി വിരുദ്ധ ക്ലബ്ബുകൾ, NSS, സ്കൗട്ട്, സ്റ്റുഡൻസ്, പോലീസ് തുടങ്ങിയവരുടെ പ്രവർത്തനങ്ങൾ സജീവമാക്കണം. സ്കൂളുകളിലും കോളേജുകളും പതിവായി ലഹരി വിരുദ്ധ സെമിനാറുകളും വർക്ക്ഷോപ്പുകളും സംഘടിപ്പിക്കേണ്ടതുണ്ട്. വിമുക്തി പോലുള്ള സർക്കാർ ലഹരി വിരുദ്ധ മിഷനുകളിലും ക്യാമ്പയിനുകളിലും സജീവമായി പങ്കെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ഓരോ വാർഡിലും ലഹരി വിരുദ്ധ ജനകീയ സമിതികൾ രൂപീകരിക്കുകയും ചെയ്യണം. ലഹരിയുടെ ദോഷങ്ങളെ കുറിച്ചുള്ള സന്ദേശങ്ങൾ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളും വഴി പ്രചരിപ്പിക്കണം. ഒരു സാമൂഹിക തിന്മ എന്ന നിലയിൽ ലഹരിയുടെ ഉപയോഗത്തിനെതിരെ പ്രതിരോധം തീർത്തുകൊണ്ട് എല്ലാവരും സമൂഹത്തിന്റെ സംരക്ഷണത്തിനായി അണിനിരക്കണം. ഓരോ കുട്ടിയും സുരക്ഷിതനായി വളരണം. അവർക്ക് ധൈര്യത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ കഴിയണം. ജീവിതമാണ് ലഹരി എന്ന വസ്തുത വളരുന്ന തലമുറയെ വേരുറപ്പിക്കണം. അല്ലെങ്കിൽ നശിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളും നാടിന്റെ ഭാവിയും ആണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
ഒരിക്കലല്ലൊരിക്കലും തൊടില്ല ഞാൻ ലഹരിയെ, ഉറപ്പു ഞാൻ പറഞ്ഞിടുന്നിതായിരങ്ങൾ സാക്ഷിയെ. ഒരിക്കലല്ലൊരിക്കലും തൊടില്ല ഞാൻ ലഹരിയെ, ഉറപ്പു ഞാൻ പറഞ്ഞിടുന്നിതായിരങ്ങൾ സാക്ഷിയെ. ശാന്തിയല്ല സ്വർഗമല്ല ലഹരി മരണ കെണിയത്, തിന്മകൾക്ക് ജന്മമേകും നരക ദുരിത വഴിയത്. ശാന്തിയല്ല സ്വർഗമല്ല ലഹരി മരണ കെണിയത്, തിന്മകൾക്ക് ജന്മമേകും നരക ദുരിത വഴിയത്. ഒരിക്കലല്ലൊരിക്കലും തൊടില്ല ഞാൻ ലഹരിയെ, ഉറപ്പു ഞാൻ പറഞ്ഞിടുന്നിതായിരങ്ങൾ സാക്ഷിയെ. ലഹരി തിന്ന് മരണവക്കിലെത്തിയത്ര കൂട്ടുകാർ, ജീവൻ നൽകി പോരടിക്കും അവരെ മോചനത്തിനാ.